ഞാൻ എപ്പോഴും എന്റെ മക്കളോട് പറയും, നിങ്ങൾ ജോലി ചെയ്യാം, എക്സ്പീരിയൻസ് ആണ്. പക്ഷെ 1 മാസം മേടിക്കുന്ന ശമ്പളം 1 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ വേണ്ട, ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വിട്ടു പോരും ഇങ്ങോട്ട്. എന്റെ മുന്നേ ഇത് മതി. അതാ ചെയ്യുന്നുണ്ട്. നമുക്ക് 1 മാസം കിട്ടുന്ന ശമ്പളം ഒരാഴ്ച കൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. മാസത്തിൽ 4 പ്രാവശ്യം നമുക്ക് 1 മാസം 25,000 രൂപ കിട്ടണം. നമുക്ക് 4 പ്രാവശ്യം ഒരു 25,000 രൂപ നമുക്ക് ഒരാഴ്ച 1 മാസത്തിനകത്ത് കിട്ടണം. നമ്മുടെ ജോലി എങ്ങനെ അതിലേക്ക് എത്താന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ഇപ്പൊ ഞാൻ പൂനെയിൽ നിന്നും കേരളത്തിലോട്ടുള്ള മടക്കയാത്രക്കിടയ്ക്ക് വളരെ സ്പാർക്ക് അടിക്കുന്ന ഒരു ഓൺട്രപ്രണറിനെ കണ്ടിട്ടുണ്ട്. സിന്ധു ജാനകി അതര സ്പൈസസിന്റെ ഓണറാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ സിന്ധു ജാനകിയുടെ മുൻപിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അതിനുള്ള അർഹത ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. എങ്കിലും ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ പറയാൻ ഒറ്റ കാര്യമുള്ളൂ. എപ്പോഴും നമ്മുടെ കസ്റ്റമറാണ് നമ്മളുടെ. ഞാൻ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അറിഞ്ഞ് സാറ്റിസ്ഫാക്ഷൻ കൊടുത്ത് വിടുക. തിരിച്ചവൻ നമ്മൾക്ക് തന്നെ വരണം എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ബിസിനസ് ക്വാളിറ്റി, അതാണ് ഏറ്റവും നമ്മുടെ പണത്തിന് ഇമ്പോർട്ടൻറ്റിനേക്കാൾ മെയിൻ. ക്വാളിറ്റിനെ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ വിജയത്തിൽ, എന്റെ വിജയത്തിന്റെ ഏറ്റവും ഒരു കാരണം. എനിക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ് എന്റെ. ആൻഡ് ഗൈസ്, ഒരുപാട് കാര്യങ്ങൾ ചേച്ചി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ജീവിതം എന്ന് പറയുമ്പോൾ ഫുള്ള് ട്വിസ്റ്റ്, ഒരു സിനിമേനെക്കാട്ടിലും വലിയ ട്വിസ്റ്റും സംഭവങ്ങളൊക്കെ ഉള്ള. ഞങ്ങളെല്ലാരും സ്പാർക്കായിട്ട് ഇവിടെ ഞങ്ങൾ 7 പേരുണ്ട്. ഞങ്ങള് എല്ലാരും തന്നെ അവിടെ ഉണ്ട്. മുകളിലൊരാളെല്ലാം കേൾക്കുന്നുണ്ട്. മോളിലെല്ലാം കേൾക്കുന്നത് ഇതാണല്ലേ? ഇപ്പൊ കറക്റ്റ് തന്നെയാണ്. നമ്മളിവിടെ 7 പേരുണ്ട്. ഞങ്ങളെ എല്ലാ 7 പേരും ചാർജായി. പറയാൻ പറ്റത്തില്ല 7 സംരംഭം ഇവിടെ ഉദിക്കുമോ എന്ന്.